സോ നാളെയാണ് പോർച്ചുഗലിൻ്റെ കളി. നമ്മുടെ നാട്ടിലൊക്കെ അതായത് ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ഫാൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ഫാൻസ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ ഉമ്മമാർ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾ ഇവർക്ക് വരെ ക്രിസ്ത്യാനിനെ അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഈ ഫുട്ബോളിനെ പറ്റി വലിയ അറിവുണ്ടാവില്ല. അതായത് ഒരു ഫുട്ബോൾ കാണും, അതൊരു കാൽപന്ത് കളിയാണെന്ന് അവർക്കറിയാം. അല്ലാതെ ഔട്ട് ബോൾ എങ്ങനെയാണ്, കോർണർ എങ്ങനെയാണ്, അല്ലെങ്കിൽ പെനാൽറ്റി എങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഫൗൾ എങ്ങനെ വരുന്നത്, റെഡ് കാർഡ് എന്തിനാണ് കൊടുക്കുന്നത്, സോ ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവ് അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവരോട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം, ഏത് ടീമിലാണ് കളിക്കുന്നതെന്ന് അവർക്കറിയാം. ഇനി ചെറിയ കുട്ടികളോട് നിങ്ങൾ ക്രിസ്ത്യാനോ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ ഐക്കണമെന്ന് കാണിക്കാൻ പറഞ്ഞു സിമ്പിളായിട്ട് അവർ കാണിക്കും. അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വേറൊരു വ്യക്തി ഉണ്ടാവില്ല. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ക്രിസ്ത്യാനോക്ക് ഒരു വേൾഡ് കപ്പ്. ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ആഗ്രഹിക്കുന്നത്. സത്യത്തിന് ഈ വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ അടിക്കണം. അയാൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, അയാൾ അത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്. അയാൾ അടിച്ചില്ലേ പിന്നെ ആരടിക്കുക? ഇത്രത്തോളം കളിയെ സ്നേഹിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ കളിക്ക് വേണ്ടി ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തി, ഇനി ഇങ്ങനത്തെ ഒരു വ്യക്തി ലോകത്ത് ഉണ്ടാവും എന്നറിയില്ല ഫുട്ബോളിന് വേണ്ടി. സോ ഇത് ലാസ്റ്റ് ചാൻസാണ്. നാളത്തെ കളി ക്രിസ്ത്യാനോ ജയിക്കട്ടെ, ഈ വേൾഡ് കപ്പും ക്രിസ്ത്യാനോ അടിക്കട്ടെ.